ഇങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ചിരിക്കാനേ സമയം എന്ത് നമുക്ക് ഇടാനൊരു ഉത്സാഹമില്ല. ഉത്സാഹം കഴിക്കണം, കുളിക്കണം, കുളിക്ക് ഉണ്ണികൃഷ്ണനെ കുളിച്ചിട്ട് വരട്ടെ കുളിക്കാൻ. പിന്നെ ഉണ്ണികൃഷ്ണനെ കുളിപ്പിക്കുക. ഉണ്ണി എവിടെയാ? ഭക്ഷണം കഴിക്കാതെ ഉണ്ണിക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണ്ട കഴിക്കാൻ. ഉണ്ണി എവിടെ? ഇല്ല. ഉണ്ണിക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ നമുക്കും വേണ്ട. ഇങ്ങനെ പരീക്ഷിത്തെ ശിശുവൻ പറയാ, ആ നന്ദഗോപർക്കോ യശോദയ്ക്കോ മറ്റുള്ളവർക്കുമൊക്കെ കൃഷ്ണവിഗ്രഹത്താൽ എല്ലാ പ്രവൃത്തികളും ശിഥിലമായി തീർന്നിരിക്കണം. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത മട്ടിലാണ്. അങ്ങനെ കാത്തിരിക്കലാണ്. അപ്പോഴാണ് ദാ വരുന്നു കൃഷ്ണൻ തോന്നി. വന്നു, നമ്മുടെ ഉണ്ണി വന്നു, ഉണ്ണി വന്നു, ഉണ്ണി വന്നു. ഭഗവാനെ പോലെ തന്നെ വേഷഭൂഷാദികൾ നിന്നുകൊണ്ട് നന്ദഗോപുര ഗൃഹത്തിന്റെ പടിവാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ട ഉദ്ധവരെ നോക്കി പെട്ടെന്ന് കൃഷ്ണനാണോ എന്ന് ശങ്കിച്ചു യശോദ. പഠിക്കുന്നല്ലോ അതിന്റെ ഇടയിൽ കൂടെ എന്താ അവിടെ തന്നെ നിൽക്കണം അദ്ദേഹം. ആ നിൽക്കുന്നത് അവിടെ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഉണ്ണി എന്താ അവിടെ, ഉണ്ണി എന്താ അവിടെ നിൽക്കണം, ഇങ്ങോട്ട് വരൂ, ഉണ്ണി കൃഷ്ണ ഇങ്ങോട്ട് വരൂ, എന്തിനാ അവിടെ നിൽക്കണേ? ഒക്കെ വിളിച്ചു പറയാ. എന്താ ഉണ്ണി അമ്മോട് ദേഷ്യാണോ? എന്താ എനിക്ക് അമ്മയെ ഇഷ്ടല്ലേ? ഇങ്ങനെയല്ലല്ലോ വലിയ. എവിടേക്കെങ്കിലൊക്കെ പുറത്തേക്ക് ഉണ്ണി പോയി കഴിഞ്ഞാൽ പഠിക്കലങ്ങനെ എത്തുമ്പോഴേക്ക് കൊണ്ടൊരു ഓട്ടം. അഴിഞ്ഞു പോകുന്ന വസ്ത്രത്തെക്കുറിച്ചോ വലിച്ചെറിയുന്ന ഉണക്കുഴലിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ഓടി അങ്ങനെ വന്ന് അമ്മയുടെ വഴിയിൽ കെട്ടിപ്പിടിച്ച് കയറിയിരുന്ന് അമ്മയെ കുറിച്ച് അങ്ങനെ ആനന്ദിക്കുന്നു. ഇങ്ങനെയാണ് ഉണ്ണികൃഷ്ണന്റെ സ്വദേവ പ്രവൃത്തി. പോയാൽ തിരിച്ചു വരും. അങ്ങനെ എത്ര വലുതായിട്ടും അങ്ങനെയാണ്. കാട്ടിൽ പോയി പശുക്കളെ തിരിച്ചു വരും. ഇവിടെ എത്തുമ്പോഴേക്കും തിരക്കായി അമ്മയുടെ വഴിയിൽ കയറിയിരിക്കാൻ. എന്താ അവിടെ നിൽക്കണം? എന്താ അങ്ങനെയല്ലല്ലോ നീ. അപ്പോഴാണ് അതുപോലെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി യശോദ, നമ്മുടെ ഉണ്ണിയല്ല. അല്ലേ വെറുതെ അല്ല അവിടെ നിൽക്കുക. അല്ല എനിക്കറിയാം മധുരയില് ഉദ്ധവരെ അദ്ദേഹമാണ്. ഞാൻ പോരയിൽ തൊട്ട് മുമ്പ് അവിടെ വെച്ചിട്ടാണ് ഉണ്ടായി. പോരുകയും ചെയ്തു. കൃഷ്ണനാണ് നമ്മളെ പറഞ്ഞിട്ട് ഞാനൊക്കെ പറഞ്ഞിട്ടില്ല. അവിടുന്ന് അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല കൃഷ്ണൻ നമ്മളോട്. പലതരത്തിലുള്ള അമ്മയ്ക്കോ നൽകോ ചെമ്പുള്ള നൽകിക്കൊണ്ടാൻ എനിക്ക് തരാനാണ് നിങ്ങളുടെ കുറെ വസ്ത്രമൊക്കെ ഇനി എന്റെ കയ്യിൽ തന്നിവിടെ കൊണ്ട് വേഗം നമ്മളെ പറഞ്ഞിട്ടില്ലേ ഞങ്ങളെ. അപ്പൊ നമ്മൾ ഓർമ്മേണ്ട ഒരാള് ആ ചാരിയാണ് ഉച്ചരാണെന്ന് തോന്നുന്നത്. എല്ലാവരിങ്ങനെ പതുക്കെ 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 നടന്നു വരിക. എന്താ അങ്ങനെയാണല്ലേ നമ്മൾ സാധാരണ പരിചയിലേക്ക് കയറിയിട്ടില്ലപ്പോ ഓടി അങ്ങനെ ചെല്ലില്ല. അല്പം ഒരു ശങ്കയോടെ മതിയോട് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ തന്നെയല്ലേ സ്ഥലം നല്ല മട്ടില് പതുക്കെ 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 നടന്ന. അതുകൊണ്ടാണ് കൃഷ്ണനെല്ലാം ഓർപ്പിച്ചു. ഇതോടുകൂടി ചിന്തകളോട് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് യശോദ അകത്തേക്ക് പോയി. അന്വേഷന്മാർ അതൊക്കെയാണെങ്കിൽ മുമ്പിൽ നിൽക്കാൻ പാടില്ലല്ലോ. യശോദ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങനെ കിടന്നു. അകത്ത് കിടന്ന് വാതിലെന്നെ പകുതി ചാരി അതിന്റെ വാതിൽ പഴുതിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കായി യശോദ. അന്ന് യശോദ അവിടെ നിൽക്കുമ്പോ സമയം നിൽക്കണോ? യുദ്ധവര് കയ്യിൽ വരണോ? നന്ദഗോപുരയിലെത്തി യുദ്ധവരെ കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്തു. അവരുടെ വർത്തമാനത്തിൽ നിന്ന് യശോദയ്ക്ക് മനസ്സിലായത് കൃഷ്ണൻ പറഞ്ഞേച്ചു വന്നിട്ടില്ല കൃഷ്ണന്റെ കൂട്ടുകാരനാണ്. നന്ദഗോപുരം പറഞ്ഞു, നന്നായി യുദ്ധവ അങ്ങ് വന്നത് കൃഷ്ണൻ വരുന്നതാണ് ഞങ്ങളൊക്കെ വിചാരിച്ചതെന്ന് മാത്രമല്ല. എത്ര നേരം മുമ്പ് വരെ ലേശം മുമ്പ് വരെ ഉണ്ണിയാണെന്ന്
തന്നെ ഞാൻ ഉറപ്പിച്ചു കേട്ടോ. യശോദ കൃത്യം ഉറപ്പിച്ചു. എന്താണ്? യശോദയ്ക്ക് ആരെ കണ്ടാലും ഇപ്പൊ കൃഷ്ണനാണ് അല്ലേ? ഒരുത്തനെ കണ്ടായിരുന്ന കൃഷ്ണൻ നിന്ന് കൊയ്യതിന് ശേഷം യശോദയ്ക്ക് ഏത് കുട്ടിയെ കണ്ടാലും ഉണ്ണി ഉണ്ണി കൃഷ്ണ കൃഷ്ണ വിളിച്ചിട്ടുള്ളൂ. എല്ലാവരെയും തന്റെ മകനായിട്ട് ഗോപന്മാരുടെ ഏത് കുട്ടി വന്നാലും കൃഷ്ണ വിളിക്കുകയാണ് യശോദ. എല്ലാവരും കൃഷ്ണനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന യശോദയ്ക്ക് ഇന്ന് അങ്ങയെ കണ്ടപ്പോൾ കൃഷ്ണനാണെന്ന് തോന്നി. അത്ഭുതമില്ല. എനിക്ക് മനസ്സിലായി നമ്മൾ അതിൽ പരിചയത്തില്ലോ എന്ത് ഞാൻ യശോദയോട് പറഞ്ഞു ബുദ്ധവരാണ്. എന്തായാലും നന്നായി അങ്ങ് വന്നത്. എങ്കിലും ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. ഒരു കാര്യം അങ്ങനെ ആശ്വസിക്കാനാണ് തോന്നുന്നത് എനിക്ക്. എന്താ? മഞ്ഞേ കൃഷ്ണൻ രാമൻ രാമകൃഷ്ണന്മാർ വന്നു. ഞാൻ ചിന്തിച്ചോളാം, ഉറപ്പിച്ചോളാം. കൃഷ്ണൻ വന്നില്ലെങ്കിൽ കൃഷ്ണൻ വന്നതായിട്ട് ഞാനിതാ ഉറപ്പിക്കുന്നു. എന്തൊക്കെ വിശേഷങ്ങള് ഞങ്ങളെയൊക്കെ വിട്ട് കൃഷ്ണൻ പോയി. എന്നാൽ അവിടെ സുഖം തന്നെയല്ലേ? കൃഷ്ണലീലകള് ചിലതൊക്കെ ഞാൻ വിസ്മരിക്കണമെന്ന് എന്തൊക്കെ ഇവിടെ ശരീരം തുറന്നു വിളിച്ചിട്ട് അങ്ങനെ ഭഗവാനെ കുറിച്ച് കൃഷ്ണനെ കുറിച്ച് ഓരോന്നോരോന്നോരോന്ന് ഇതി സംസ്മൃത്യ സംസ്മൃത്യാനന്ദ കൃഷ്ണനെ കുറിച്ച് ഓരോന്നോരോന്ന് പറഞ്ഞു സ്മരിച്ചിങ്ങനെ കുറയാനാണെങ്കിൽ എത്തിയപ്പോഴേക്കും വീട്ടിലെ കൃഷ്ണി എന്താ സാധിക്കാതെ എന്തായി? യശോദയ്ക്ക് ആനന്ദം മുതലേ വാക്ക് പുറപ്പെടുന്നില്ല. കൃഷ്ണനെ കുറിച്ച് അവർ പറയുന്ന എന്തൊക്കെവരും വൃദ്ധവരും കൂടി പറയുന്ന വർത്തമാനങ്ങൾ കേട്ട് 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 അതിലെല്ലാം എന്തൊക്കെയോ ചില മറുപടികൾ പറയണമെന്ന് ആ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും പറയാൻ സാധിക്കുന്നില്ല. മനസ്സിലോട് തോന്നുന്നു നോക്കണേ വെറുതെ അല്ലാത്തോ. ഉണ്ണികൃഷ്ണൻ നമ്മളെ കാണാൻ തോന്നാത്തത് കൃഷ്ണന്റെ അച്ഛനും അമ്മയല്ലല്ലോ. നമ്മുടെ യശോദ ചിന്തിക്കുകയാണ് കൃഷ്ണന്റെ അമ്മയല്ല ഞാൻ, കൃഷ്ണന്റെ അച്ഛനല്ല നന്ദഗോപുര് വസുദേവരാണ്, ദേവകിയാണ്. ആയിക്കോട്ടെ, കൃഷ്ണന്റെ അച്ഛനമ്മമാര് എന്ന ആ ഒരു ധ്യാനം നമുക്ക് വേണം. കുട്ടികൾക്ക് സുഖായാണ് ചെയ്യാറും അല്ലേ? അതിലെല്ലാം മതി. പറയണമെന്നിങ്ങനെ മോഹമുണ്ട്. ഉദ്ധവ, കുട്ടികൾ സുഖമായിട്ടിരിക്കട്ടെ, ഞങ്ങളുടെ മക്കളായ ഞങ്ങൾക്ക് അഭിമാനമില്ല, വസുദേവരുടെ മക്കളായിക്കോട്ടെ, എന്നാ കുട്ടികൾ സുഖമായിരിക്കണം എന്ന യശോദയ്ക്ക് ഉദ്ധവരോട് ചോദിക്കണം എന്നൊരാഗ്രഹം. പക്ഷെ ഒന്നും ചോദിക്കാൻ സാധിക്കണില്ല. യശോദ പുത്രശരീരാനിവർണ്യമാനാനി മകന്റെ ചരിത്രങ്ങളെ കുറിച്ച് ഉദ്ധവൻ സംസാരിക്കുന്നത് നീ കേട്ട് കേട്ട് അസൂന്യവാസാക്ഷി കണ്ണുനീരിധാരധാരയായി ഒഴുകി ഉള്ളിലുള്ളതായ മാതൃവാത്സല്യം സഞ്ജത്തിലൂടെ തുരത്തി വാത്സല്യ ക്ഷീരമായി തന്നെ ഒഴുകാൻ തുടങ്ങി. സ്നേഹസ്മതയോധര ഇപ്പൊ വയ്യാത്തൊരു പുത്രവിരഹം ഒന്നും ഉണ്ടാകുന്ന നിൽക്കണം. ഇതൊക്കെ കണ്ട് ബന്ധമില്ലാത്ത അത്ഭുതം യുവാംസാഖ്യതമോ ബുദ്ധവര് പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെയും ഇതാ ഞാൻ തൊഴുന്നു. ഇവര് ശ്രീരാമകൃഷ്ണന്മാർ എന്ന വാക്കല്ല ബുദ്ധവര് ഉപയോഗിച്ചോ. മറിച്ച് അല്ലയോ നന്ദഗോപരി യശോദയെ, നിങ്ങളുടെ മക്കളായ ആദിനാരായണമൂർത്തിയായ ഭഗവാൻകൾ നിങ്ങൾക്ക് ഇത്രയും ദൃഢമായ ഭക്തി ഉണ്ടായത് ഈ പ്രപഞ്ചത്തിന്റെ ആയിരാണോ അതെയോ
നിങ്ങൾക്ക് ഈശ്വര ഭാഗ്യവശാൽ ഭക്തി ഉറച്ചിരിക്കണോ? അവരെ അഭിനന്ദിച്ചു, നമസ്കരിച്ചു, എന്നിട്ട് ആശ്വസിപ്പിച്ചു. ആകെ ശരി, അദീർഘേണകാലേന വലിയ താമസം കൂടാതെ അവര് രാമനും അതിഥികൾ ഗൃഹത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പോകും. ദഗ്ധമൃഗാസ്തധാരണ്യം, കാട്ടുതീയിൽ ഒരു മനം നശിച്ചു പോയാൽ അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം അവിടെ ഓടി രക്ഷപ്പെടും. ഒരു പുഷ്പത്തിൽ വന്ന് തേൻ കുടിച്ച് അതിൽ തേനെല്ലാം തീർന്നു പോയാൽ വണ്ട് ആ പുഷ്പത്തെ ഉപേക്ഷിക്കും. വീരഫലം വൃക്ഷം ഭുക്വാജാതിതയോഗം ലഖം മൃഗം തഥാ മൃഗാധാരണ്യം. ആരോ ഒരു സ്ത്രീയെ പ്രാപിച്ച് അവളെ അനുഭവിച്ചു കഴിഞ്ഞാൽ ആളെ ഉപേക്ഷിക്കും. ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ഇതി ഗോപ്യോഹി ഗോവിന്ദേ ഭഗവാനെ കുറിച്ച് ഗോപികമാരിങ്ങനെ ആദ്യമായിട്ട് പലരും പറഞ്ഞു. സത്യസംഭവത്തെ ആ ഭഗവത് ചിന്തകള് പറയാണെങ്കിലും പരാജയമാണെങ്കിലും ചീത്ത പറയാണെങ്കിലും ഭഗവാനെ കുറിച്ച് തന്നെയാണ് ഓർമ്മിക്കുക. കൃഷ്ണനെ കണക്കല്ല ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണോ ഗോപികമാര്? ഒരു വണ്ട് വന്ന് ചുറ്റും പറന്നു നടന്നപ്പോൾ വണ്ടിനെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് ഗോപി പറയാനുള്ളത് അങ്ങനെ പറഞ്ഞു തീർക്കുന്നതാണ് പ്രമദഗീതം എന്ന് പ്രസിദ്ധമായ ആ ഒരു പ്രകരണം. ഞങ്ങളുടെ അടുത്തേക്കൊന്നും വരണ്ട, നീ എന്തിനാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്? നിനക്ക് വളരെ സുഖമായിട്ട് കഴിഞ്ഞു കൂടിയാൽ പോലെ നിന്നെ പോലുള്ളവരുമായിട്ടുള്ള ഒരു സഖ്യം ഞങ്ങൾക്കൊട്ടും ഇഷ്ടമില്ല. അസിതന്മാരെ കർത്തവര് അനവധി പേരുണ്ടായിട്ടുണ്ട് അതിനു മുമ്പ്. അവരുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട്, അവരുമായിട്ടുള്ള സഖ്യം അത് ഒരിക്കലും ഇനി ഞങ്ങൾക്ക് വേണ്ട. എന്താ ആരൊക്കെയാണ് നമുക്ക് ചെയ്യുക? കവീന്ദ്രൻ പണ്ടൊരു കർത്താവ് ഒരു ബാലനെ വെറുതെ കൊന്നു, ഒരു സ്ത്രീയെ വിരൂപയാക്കി ചെയ്തു, ബലിയെ ചതിച്ചു. ഇതൊക്കെ കർത്തവരാണ്. അങ്ങനെയുള്ള കർത്തവന്മാരുമായുള്ള സഖ്യം ഞങ്ങൾക്ക് വേണ്ട 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 വേണ്ട. ഞങ്ങളോട് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ട. അതൊക്കെ അവിടെ ചെന്ന് യാദവ്രതത്തിന് പറഞ്ഞാൽ കൃഷ്ണനെ കുറിച്ച് ഇവിടെ പറയണ്ട. കഠിനമായിട്ട് പരാജയമാണ് അവർ പറഞ്ഞത്. നമുക്കൊന്നുമില്ല. എന്നാൽ കൃഷ്ണൻ ഇങ്ങോട്ട് വരികയും വേണ്ട, കൃഷ്ണനെ ഇങ്ങോട്ട് വരാൻ പറയണ്ട, കാണുകയും വേണ്ട. ഹലോ അഹിതതൊക്കെ കൃഷ്ണനുമായിട്ട് ഞങ്ങൾക്ക് ഇനി യാതൊരു സഖ്യവുമില്ല. ആ കഥ അത് ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. കൃഷ്ണനെ കുറിച്ചുള്ള കഥ സ്മരണമാണ്. കൃഷ്ണനെ കുറിച്ച് ഓർക്കാണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. എന്താ ചെയ്യുക? കൃഷ്ണനെ മറക്കണം 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 എന്ന് വിചാരിച്ച് ഓ ഓ ഓ ഓ എന്ന് പറഞ്ഞ് മനസ്സിൽ നിന്ന് കൃഷ്ണസ്ഥലയെ അടി ഓടിക്കാനായിട്ട് ഞങ്ങൾ വളരെ ആവശ്യം ശ്രമിച്ചിട്ടും അതല്ലോ മനസ്സിൽ നിന്ന് പോളില്ലാർത്ഥവ ലഭിച്ചാലും എന്താ ചെയ്യാ? വേണ്ടാന്നുണ്ട്, ഞങ്ങൾക്ക് സഖ്യം വേണ്ടാന്നുണ്ട്. ആ കഥകൾ കൃഷ്ണനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിന്ന് നീങ്ങുന്നില്ല. എന്താ അതിന്റെ കാരണം? ആ കൃഷ്ണകഥകളുടെ മഹാത്മ്യം വേണം പറയാൻ. യദനുചരിത ആ കൃഷ്ണ കഥകളുടെ അനുചരിതം, ഭഗവാന്റെ ചരിത്രം, അതിന്റെ യദനുചരിത ലീലാഷവിപ്പോഴ്സകൾ ആ കൃഷ്ണചരിതമാകുന്ന അമൃതിന്റെ വിപ്പുൾ ഒരു തുള്ളി സകൾ അതിന് ഒരിക്കൽ അനുഭവിക്കാൻ ദ്വന്ദ്വധർമാവിനഷ്ടാഹ ദ്വന്ദ്വധർമ്മങ്ങൾ മുഴുവൻ നീങ്ങുന്നു. ദ്വന്ദ്വങ്ങളിൽ നിന്ന് വിടുതൽ നേടി അദ്വൈതത്തിലേക്ക് എത്തിച്ചേരാം. ദ്വന്ദ്വാരാമത്വത്തിൽ നിന്നും രക്ഷപ്പെട്ട ഇതാണ് എല്ലാ ജ്ഞാനികളും അദ്വൈതികളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ കൃഷ്ണകഥകളെ കൊണ്ട് സാധിക്കും. ലീലാകർണ പീയൂഷ വിപ്രസ്ഥകൾ അതനവിധൂത ദ്വന്ദ്വധർമാവിനഷ്ടാഹ
ഈ ബഹുകഥകൾക്ക് വേണ്ടിയിട്ട് സപതി പലപ്പോഴും പെട്ടെന്ന് സപതി ഗൃഹ കുടുംബം ദീനമുത്സൃജ്യ ഗൃഹം ധാരാളികള് സ്വത്ത് സമ്പത്ത് മറ്റു ബന്ധങ്ങള് എല്ലാം ഉപേക്ഷിച്ച് വളരെ പെട്ടെന്ന് ഉപേക്ഷിച്ച് എത്രയോ പേര് ധർമ്മത്തെ ആചരിച്ചുകൊണ്ട് ഈ ശ്രീകൃഷ്ണ കഥകൾക്ക് വേണ്ടി അത് കിട്ടാനായിട്ട് അതിനെ ആസ്വദിക്കാനായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണനെ ഞങ്ങൾക്ക് കാണണ്ട, കൃഷ്ണനെ കുറിച്ച് ഞങ്ങളോടൊന്നും പറയണ്ട, അതൊക്കെ യാതൊരു മതി. ആ കൃഷ്ണ കഥകള് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് കൂടില്ലല്ലോ. ഒരു ഹൃദയത്തിൽ ആലാപനം പറയാം. ഭഗവാൻ പറഞ്ഞു ഗോപികമാരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം സ്വയം ആശ്വസിക്കണമെന്ന മട്ടായി ഗോപികമാരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം ഗോപികമാരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാറുണ്ട് എന്നായി. മനസ്സിലായി ഉദ്ധവർക്ക് ഉദ്ദേശിച്ചത് ഗോപികമാരിൽ നിന്ന് മനസ്സിലാക്കേണ്ട ലോകപൂജിത ലോകം മുഴുവൻ പൂജിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തിലും ഒരുപോലെ ബഹുമാനിക്കപ്പെട്ടവരായ ഗോപികമാരെ ഇതാ ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു. നിങ്ങളൊരു ഭക്തി ഉണ്ടായിരിക്കുന്നു. ഭഗവതി ഇത്തരത്തിലുള്ളതായ ഒരു കൃഷ്ണഭക്തി നിങ്ങൾക്കുണ്ടായില്ലോ. നിങ്ങളെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു. ബ്രഹ്മശങ്കരമകാനീകപശുപാങ്കനാസ്തു ബഹുമാനയൻ. ബ്രഹ്മാദേവന്മാരെ പോലും അർത്ഥം താട്ടി നിർത്തിക്കൊണ്ട് അതിൽ നിന്നും ഉന്നതമായ ഒരു പദവി ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഭക്തി അത്രയും ഉദാത്തമായ ഭാവത്തിലാണ്. ചന്ദ്രനെ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ഇതൊരു പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് ബോധ്യമാകും. അല്ലാതെ ശ്രീനാരായണനെ കുറിച്ച് തന്റെ ഭക്തിസൂത്രത്തില് ഭക്തിയുടെ ഉദാഹരണമായിട്ട് ഗോപികമാരെയാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ആരെയല്ല. ബ്രഹ്മ ശങ്കര മുഖാനീഹ ബ്രഹ്മാവ് മഹാദേവൻ തുടങ്ങിയവരെ ബഹുമാനിയെല്ലാം അവരെക്കാളെല്ലാം മുകളിൽ ഗോപികമാരെ ബഹുമാനിച്ചിരിക്കുന്നു. എന്താ ഭക്തിയെ കുറിച്ച് നിർവചിച്ച നാരദ മഹർഷി ഭക്തി ധർമ്മപ്രേമരൂപ മൃതസ്വരൂപമാണ് ഭക്തി. യഥാ ഏതുപോലെയാണെങ്കിൽ അത് ഉദാഹരണമായിട്ട് യഥാവല്ലവീന എന്ന് പറയുന്നു. അത്രയും ഉന്നതമായ സ്ഥാനം ഭക്തിയുടെ കാര്യത്തിൽ ഗോപികമാർക്കുണ്ട് എന്നർത്ഥം. അത് ഉദ്ധവരെ ഇപ്പൊ ബോധ്യായി നമസ്കരിച്ചു. കുറച്ച് ദിവസം ഞാൻ വർത്തമാനം പറഞ്ഞിരുന്നു. കുറച്ച് ദിവസങ്ങൾ ഏകദേശം കുറച്ച് മാസങ്ങളാണ് ഇവിടെ പറയുന്നത്. ഗോപികമാരുടെ ഉദ്ധവരങ്ങനെ വളരെ രസകരമായിട്ട് കൃഷ്ണകഥകൾ പറഞ്ഞുകൊണ്ടങ്ങനെ കഴിഞ്ഞുകൂടി. യാവദ്യഹാനി കൃഷ്ണസ്യവാസിൽ ഈ വ്രജത്തിൽ വൃന്ദാവനത്തിൽ എത്ര കാലമാണോ ഉദ്ധവര് ഭഗവത് കഥകളും പാടിക്കൊണ്ടങ്ങനെ കഴിഞ്ഞുകൂടിയത് അതൊക്കെ ക്ഷമപ്രായമാണ്. ആസം അവർക്കൊക്കെ ഒരു നിമിഷം പോലെ കഴിഞ്ഞുപോയി. പിന്നെ ഉദ്ധവർക്ക് തിരിച്ചു പോകാതെ നിവൃത്തിയാനായി. അല്ലാതെ ഭഗവാൻ നമ്മുടെ ഉദ്ധവരുടെ മടക്കയാത്രയെ പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഉദ്ധവൻ തിരിച്ചു വരുന്നത് വരെ ഭഗവാൻ ഉറപ്പില്ല. അദ്ദേഹം പോയിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നാവുക, ഗോപിമാരെ ആശ്വസിപ്പിച്ചത് വേണ്ട രീതിയിലായോ ഒന്നും അറിയില്ല. ഉദ്ധവൻ തിരിച്ചു വരുന്നത് വരെ ഭഗവാനും പ്രതീക്ഷിച്ചിരിക്കാവും എന്ന് നല്ലവണ്ണം അറിയാവുന്ന ഉദ്ധവര് ഗോപികമാരോട് യാത്ര ചോദിക്കാണ്. ഞാൻ പോട്ടെ, ഇനി കൃഷ്ണന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലണം. കൃഷ്ണൻ ഉറക്കമില്ലാതെ കാത്തിരിക്കാവൂ. ഞാനിതാ യാത്ര ചോദിക്കുന്നു. അനുഗ്രഹിക്കണേ നിങ്ങള് രക്ഷത് ഭവാൻ പുനർദർശനായ എന്ന് അല്ലയോ ഗോപികമാര്, നിങ്ങള് ഇവിടവനിൽ അനുഗ്രഹിക്കണേ. വീണ്ടും കാണണം. അതാണ് പുനർദർശനായ രക്ഷതു. അതാണ് നമ്മുടെ ആശഭാരതത്തിലെ യാത്രാമൊഴി. അതാണ് വൈഫൈക്കുന്ന ചില ജന്തുക്കളുടെ ശബ്ദമൊന്നല്ല. നമ്മളൊക്കെ പദം വെച്ചിരിക്കുക അല്ലെ യാത്രാമൊഴിയായിട്ട്. അതല്ല,
ഇച്ഛതു ഭഗവാൻ പുനർദർശന. അങ്ങ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകണം വേണ്ടിയിട്ടാണ് വീണ്ടും കാണാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഉദ്ധവ ഗച്ഛതു ഭഗവാൻ പുനർദർശനായ എന്നൊന്ന് അനുഗ്രഹിക്കൂ എന്ന് ഗോപികമാരെ എന്ന് ഉദ്ധവൻ ഗോപികമാരോട് ആവശ്യപ്പെട്ടു. ഗോപികമാർക്കിപ്പോ അങ്ങനെ അങ്ങ് പറയാൻ അവർക്കും ഉദ്ധവരോട് പോകണമെന്ന് പറയാൻ നിർത്തിയില്ല. കാരണം അന്ധഗോപർക്ക് എന്താണോ നേരത്തെ തോന്നിയത് അത് ഇപ്പൊ ഗോപികമാർക്കും അനുഭവപ്പെട്ടു ദിവസങ്ങളെ കൊണ്ട്. എന്ത് നന്ദഗോപി പറഞ്ഞില്ലേ, മഞ്ഞേ കൃഷ്ണന്റെ രാമചന്ദ്രനാഥ രാമകൃഷ്ണന്മാർക്കൊന്നും പറഞ്ഞില്ലേ, ഇത് ഗോപികമാർക്കും അനുഭവപ്പെട്ടു. അപ്പൊ പിന്നെ പോകണമെന്ന് പറയാൻ നിർത്തിയില്ല. എന്തായാലും പോണ്ടാന്നും പോകണമെന്നും രണ്ടും പറഞ്ഞില്ല. ആരെ? ഗോപികമാര്. ഉദ്ധവരെ ഗോപികമാരെ നമസ്കരിച്ചു, ഗോപികമാര് ഉദ്ധവരെ നമസ്കരിച്ചു. അതാണ് ഭക്തന്മാരിൽ ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നത് അർത്ഥം. ഒരു ഭക്തൻ മറ്റൊരു ഭക്തനെ കണ്ടാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിക്കുക. അങ്ങനെയാണ്. അവിടെ പ്രായ വർഗ ജാതി ഭേദമൊന്നുമില്ല എന്നർത്ഥം. ഭക്തനാണോ നമസ്കരിക്കും. ഉദ്ധവരെ നമസ്കരിച്ചു ഗോപികമാരെ പാദത്തിൽ വന്ദേ നന്ദപ്രജത്രീണാം പാദകേണം അഭീക്ഷ്ണശഃ. ഗോപികമാരെ നമസ്കരിച്ചു ഉദ്ധവരുടെ പാദാരവിന്ദത്തില്. മനസോ വൃത്തയോ കൃഷ്ണപാദാംബുജാശ്രയാഃ പാദോഭിനായീർണാംനാകായസ്തത്പ്രഹ്വണാദിഷു കർമ്മഭിർഭ്രാമ്യമാണാം യത്ര ക്വാരീശ്വരേച്ഛയാ മംഗലാഞ്ജലിർദാനീർലഭിർന കൃഷ്ണ ഈശ്വരേ. കൃഷ്ണനിൽ രവിയാണ്. ആ രവി ഗോപികമാരുടെ വാക്കാണ്. രവി എന്നുള്ളത് രാധാദേവിയുടെ അക്ഷരാണോ രവി എന്നുള്ളത് ഉണ്ടായത് സംശയം തോന്നുന്നല്ലോ. എന്തായാലും ഗോപികമാർക്ക് രവിയാണ്, ഭക്തിയല്ല. ഉദ്ധവർക്ക് ഭക്തിയായിരുന്നു ഇത്രയും കാലത്തിനേരം. ഗോപികമാരെ കണ്ടതോടുകൂടി ഉദ്ധവര് ഇനി അത് രതിയാക്കി മാറ്റും. നമുക്ക് 7-ാം ദിവസം കാണാം. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമഞ്ചാതിമാം യഥാ ഭക്തികാരണമേ എന്ന് ആദ്യം ഭഗവാനോട് പ്രാർത്ഥിച്ച ഉദ്ധവര് അവസാനം പ്രാർത്ഥിക്കുന്നത് രതി വേണേന്നാണ്. ആ രതി വേണമേ എന്ന് ഇപ്പൊ ഗോപികമാർ പ്രാർത്ഥിച്ചത് മനസ്സിൽ കുറിച്ച് ഉദ്ധവർ പരസ്പരം നമസ്കരിച്ചുകൊണ്ട് അവരങ്ങനെ വിരിഞ്ഞു പരീക്ഷിച്ച മഹാരാജാവേ. പിന്നെ ഭഗവാൻ എടുത്തു വന്ന് ഗുരുകുലപദേ തിരിച്ചു വന്ന ഉദ്ധവരെ കണ്ട് വളരെ സന്തുഷ്ടമായി ഭഗവാൻ. എന്താതെ താൻ ഉദ്ദേശിച്ച കൃത്യമായിട്ട് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ജ്ഞാനത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലിരുന്ന ഉദ്ധവരും ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിയ ഗോപികമാരിൽ നിന്നുള്ളതായ ആ ഒരു ജ്ഞാനഭക്തി സമന്വയം ഉദ്ധവദൂതന്റെ സന്ദേശം. ജ്ഞാനം ഭക്തിയോടുകൂടിയാണ്. ഭക്തിയും ജ്ഞാനവും രണ്ടും രണ്ടല്ല, പരസ്പരം കൊണ്ടുചേർന്ന് പോകുന്ന ഒരേ വിഷയമാണ്. ജ്ഞാനാസിനാദായ ഹരിസേവയാശ്രം ജ്ഞാനാസി. ജ്ഞാനം ഹരിസേവയോടുകൂടി ചേരുമ്പോഴാണ് അത് ശോഭിക്കുന്നത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ഭഗവാൻ ഈ ഉദ്ധവദൂതരുടെ. പിന്നീട് ഹസ്തിനപുരത്തിലേക്ക് അയച്ച ധൃതരാഷ്ട്രരെ നേരെയാക്കാൻ നോക്കി. നേരെയാക്കാൻ കുറച്ച് നടക്കുമെന്ന് നമുക്ക് കുഞ്ഞിലേക്ക് സമാധാനം കിട്ടുന്നതൊക്കെ ഉണ്ടായി. പക്ഷെ ധൃതരാഷ്ട്രരെ നേരെയാക്കാൻ വേണ്ടി അക്രൂര് കുറച്ചേരം പരിശ്രമിച്ചു. കുറച്ചേരം അക്രൂർക്ക് തോന്നി ഇയാള് ഇഷ്ടമാണ്, ഞാൻ വലുതാത്തത് നമുക്ക് പുഴ പോയി. അങ്ങനെയല്ലോ ചിലരേക്ക് നല്ലത് പറയാണെങ്കിൽ നല്ലത് നന്നാക്കാൻ വേണ്ടി ചെന്നിട്ട് കുറെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവസാനം ഉദ്ദേശിക്കുന്ന ആള് തിരിച്ചാവും. പ്രത്യേകിച്ച് ചില കൂട്ടുകെട്ടുകളൊക്കെ അങ്ങനെയല്ലോ. ഒരാളെ കൊണ്ട് ഇന്നൊരു ദുഷ്യയിലുണ്ട് കേട്ടോ, നിർത്തിത്തരാം, ഞാൻ നിർത്തിത്തരാം. നിർത്താൻ ഒരാൾ ചെയ്യാണ് മദ്യപാനം നിർത്താനോട് നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇയാളാണ് അതിലും വലിയ കൂടിയനായി കാണാൻ. എത്ര അനുഭവങ്ങളുണ്ട്. അവർക്ക് തോന്നി ഇവിടെ ഈ ധൃതരാഷ്ട്രയോട് ഓരോന്നോരോന്ന് പറഞ്ഞു അങ്ങനെ മര്യാദയ്ക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോ ധൃതരാഷ്ട്ര വാക്കുകളിൽ നിന്ന് അക്രൂരൊരു സംശയം. ധൃതരാഷ്ട്രം പറയുന്നതാണെന്നില്ലാതെ താൻ പറഞ്ഞതാണെന്നില്ലാതെ അപ്പൊ അക്രൂർക്ക് തോന്നി മിത്രാഭേദം. ധൃതരാഷ്ട്രത്തോടുള്ള ഉപദേശം നിർത്തി അക്രൂരിന് തിരിച്ച് ഭഗവാന്റെ അടുത്ത് വന്നു എന്നുള്ള അതിൻ്റെ ഇടയിൽ അക്രൂര ഗൃഹത്തിൽ ഭഗവാനെ അനുഗ്രഹിച്ച ചരിത്രം പറഞ്ഞു. സൈലന്ദ്രിയെ ഭഗവാൻ അനുഗ്രഹിച്ച ചരിത്രം പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ. കൂട്ടുകാരിൽ തോന്നി രാധാരമണന് ഒരു കുറി കൂട്ടുകാരെത്തിയാവാൻ. ഇപ്പൊ രാധാരമണൻ ആ കുറിക്കൂട്ടുകാരിയുടെ
കൂട്ടുകാരനായി ഒരു കുറി കൊടുത്തു, ഒരു കുറി വെച്ചു. അങ്ങനെ അങ്ങനെയുള്ള ചരിത്രങ്ങളും കൂടി പറഞ്ഞിട്ടാണ് ഇവിടെ ഈ പൂർവാർദ്ധം സമർപ്പിച്ചിട്ടുള്ളത്. 5:15 5:16 കഴിഞ്ഞത് 20-21 ആയി തോന്നുന്നത്. അതായത് എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ സജ്ജനങ്ങൾ ക്ഷമിക്കണം. കാളിദാസനൊക്കെ അങ്ങനെ പറയാറുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഞാനും പലപ്പോഴും പറയാറുണ്ട്, സമകൃതം അപരാധം ക്ഷന്തുമരിഹൃതസന്തഃ. സജ്ജനങ്ങളായി നിങ്ങളെല്ലാവരും ഞാൻ ചെയ്തത് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചില്ലാത്ത ആരെങ്കിലും പറയുള്ളൂ. സജ്ജനങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. സജ്ജനങ്ങളെല്ലാവരും ക്ഷമിക്കണേ, ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയാൻ ഈ സദസ്സിൽ ആർക്കും ധൈര്യമുണ്ടാവില്ല. ഞാൻ സജ്ജനല്ലാന്ന് പറയില്ലല്ലോ. അതിനെയാണ് കാളിദാസന്റെ ബുദ്ധി. പക്ഷെ നമുക്ക് അതിനെ പറയാനുള്ളത്. സജ്ജനങ്ങൾ ക്ഷമിക്കണേ എന്നാണ് പറയാനുള്ളത്. അത് മറ്റു രീതിയിലല്ല. നമ്മുടെ സത്യകുറ്റങ്ങള് ക്ഷമിക്കേണ്ടവർ സജ്ജനങ്ങളാണ്. ഗുരുനാഥനാണ്, സാക്ഷാൽ പാദകുലേശദാസനായ ആ മഹാത്മാവാണ്. ആ മഹാത്മാവിന്റെ പാദാരങ്ങളിൽ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. വിരാമസ്ഥാവൻ സർവത്ര ഗോവിന്ദ